പ്രസവ ടീച്ചർ. നമ്മൾ ഏതായാലും ഓണം സീരീസ് തുടങ്ങാൻ പോവാണ്. അത്തത്തിന് വേണ്ട എല്ലാ ഐറ്റംസും ഒരുക്കി കഴിഞ്ഞു. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 3 തരം പച്ചടികളാണ്. എൻ്റെ പച്ചടി പൈനാപ്പിൾ പച്ചടി, മാങ്ങാ പച്ചടി, മാമ്പഴ പച്ചടി എന്നിട്ട് എൻ്റെ ചാനലിൻ്റെ നിങ്ങൾ വക്കാതെ കാണണം. അതിന് പുറമെ 3 പച്ചടികൾ ഇനി ഞാൻ ഉണ്ടാകുന്നുണ്ട്. 1 ബീറ്റ്റൂട്ട്, 2 കുമ്പളങ്ങ, നമ്മുടെ വീട്ടിലുണ്ടാക്കിയ കുമ്പളങ്ങയാണ്. ആ കുമ്പളങ്ങ കൊണ്ടുള്ള പച്ചടി, അത് വെള്ളരിക്ക കൊണ്ടും ഉണ്ടാക്കാം. 3ാമതാണ് വെണ്ടക്കായ ഫ്രൈ ചെയ്തിട്ടുള്ള പച്ചടി. വളരെ ഈസി ആയിട്ടുള്ളതാണ്. അതിന് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് വെണ്ടയ്ക്ക ഫ്രൈ ആണ്. വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണം. ഇത് ബീട്രൂട്ട് ചെറുതാക്കി അരിഞ്ഞ് വേവിച്ച് വെച്ചിരിക്കണം. ഇത് കുമ്പളങ്ങ വേവിച്ച് വെച്ചിരിക്കണം. ഇത് ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടി, ഇതാണ് സൂത്രം. ഇതാണ് ഓരോ ടിപ്സ് പറയുന്നത്. അത് ഇപ്പോൾ ഓരോ എക്സ്പീരിയൻസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ പറയണത്. ഇത് എനിക്ക് പരിചയമുള്ള കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചെങ്കിൽ 3 പച്ചടിക്കുള്ള തേങ്ങയും പച്ചമുളകും കടുകും കൂടി അരച്ചു. കടുക് അധികം അരയ്ക്കാൻ പാടില്ല, കടുക് ലാസ്റ്റിലിടാൻ പാടുള്ളൂ. അരച്ചിതാ വെച്ചിരിക്കും കേട്ടോ. ഇനി 3 കലത്തേ വേണ്ടു. ഇത് ഞാൻ തൈര് കൊണ്ടാണ് അരച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം തൊട്ടിട്ടില്ല. അപ്പോൾ അത് കാരണം നമുക്കിത് ചൂടാക്കൊന്നും വേണ്ട, കടുക് വറുത്തിടുക മാത്രമേ വേണ്ടൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ആദ്യം തന്നെ കുമ്പളങ്ങ വേവിച്ചെടുത്തു കേട്ടോ. വേവിച്ചെടുത്തിട്ട് എന്ത് ചോദിച്ചാൽ ഇതായിരിക്കുന്നത് നാളികേരം, പച്ചമുളക്, കടുക് നല്ലോണം അടക്കുക. ഇനി കടുക് വറുത്തിടണം. കടുക് 3 ഒരുമിച്ച് വറുത്തിടാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് അതാ അപ്പോൾ കുമ്പളങ്ങ പച്ചടി ശരി കണ്ടോ. അത്ര ഈസിയാണ്. നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓ എന്താ ടേസ്റ്റ്. പച്ചടി ഇതാ വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തു. അതിലിതാ ഭയങ്കര സ്വാദാണ്, വളരെ ടേസ്റ്റിയാണ്. ബീറ്റ്റൂട്ട് നോക്കൂ. ഈ പച്ചമുളക് ഞാൻ ഭംഗിക്ക് വെച്ചതാ, അതവിടെ ഇരിക്കട്ടെ. ഡെക്കറേഷന് വെച്ചതാ. ഇതാ 3 പാകമായി കണ്ടോ. എനിക്ക് പണി എളുപ്പമാണ്. നോക്കൂ. ഇത് അരച്ച് വയ്ക്കുക, ഈ സാധനങ്ങൾ വേവിച്ച് വയ്ക്കുക. 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് പച്ചടി ശരി. തലേ ദിവസം വേവിച്ച് വയ്ക്കുക. ഞാൻ ഈ ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട്. ആ ടിപ്സ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടാൻ പോവാണ്. അപ്പോൾ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനൊക്കെ ഈ സദ്യ കാശ് കൊടുത്ത് വാങ്ങിക്കാതെ നമ്മൾ സ്വയം ഉണ്ടാക്കി നോക്കും. വളരെ നല്ലതും ടേസ്റ്റി ആയിട്ടുള്ള സദ്യ. മക്കൾ അമ്മയെക്കുറിച്ച് ഹസ്ബൻഡും അഭിമാനിക്കും. ഇത്ര മിടിക്കണല്ലേ എൻ്റെ വൈഫ് എന്ന് ഹസ്ബൻഡ് അഭിമാനിക്കും. അതുപോലെ തന്നെ മക്കൾക്കും അഭിമാനം തോന്നും അമ്മയെക്കുറിച്ച്. അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം. എൻ്റെ റിക്വസ്റ്റ് അതാണ്. എന്താ ടേസ്റ്റ് നോക്കൂ. അതിന് ബീറ്റ്റൂട്ട് പച്ചടിയുടെ ഭംഗി നോക്കൂ. എന്താ അതിൻ്റെ സൗന്ദര്യം. 3 പച്ചടി. ഇത് കുമ്പളങ്ങ പച്ചടി, ഇത് ബീറ്റ്റൂട്ട് പച്ചടി, ഇത് വെണ്ടയ്ക്ക പച്ചടി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് കടുക് വറുത്തിടണം. കടുക് വറുത്തിടാൻ പോവുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി നമുക്ക് കടുക് വറുത്തിടാം കേട്ടോ. കടുക് വറുത്തിടാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇതാ നോക്കൂ. അത് തന്നെ ചീറ്റിട്ട് എടുത്ത് വെച്ചു. നോക്കൂ. കറിവേപ്പില, മുളക്, കടുക്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 ഒഴിച്ചിടാം. കടുക്, കറിവേപ്പില, മുളക്, ചുമന്നമുളക് പൊട്ടിച്ചു കിട്ടാം. ഒരുമിച്ച് കഴിക്കാൻ ഞാൻ 3 നോക്കും. 3 പച്ചടി നിമിഷങ്ങൾക്കുള്ളിൽ 2 മിനിറ്റിൽ 3 പച്ചടി എന്ന് പറയുന്നത് ഇതാണ്. ഇതാ നോക്കൂ. കുമ്പളങ്ങ പച്ചടി ഇട്ടു കണ്ടോ. ബീറ്റ്റൂട്ട് പച്ചടി ഇട്ടു. വെണ്ടയ്ക്ക പച്ചടി ഇട്ടു കണ്ടോ. നോക്കൂ. അതിൽ കടുക് വറുത്തിട്ടു. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എളുപ്പം കഴിഞ്ഞു. കുമ്പളങ്ങ പച്ചടി ഇതാ. ബീറ്റ്റൂട്ട് നോക്കൂ. എന്താ അതിൻ്റെ സൗന്ദര്യം. കണ്ട് കൊതി വരുന്നു. അതുപോലെ തന്നെ ഇതാണ് വെണ്ടയ്ക്ക പച്ചടി. 3 പച്ചടികൾ നല്ല ടേസ്റ്റുള്ളതാണ്. ഇനി എൻ്റെ ചാനലിലുണ്ട് പൈനാപ്പിൾ പച്ചടി. പച്ചടികളിലെ രാജാവാണ് പൈനാപ്പിൾ പച്ചടി. അത് കാണാൻ മറക്കരുത്. പിന്നെ പച്ചമാങ്ങ പച്ചടിയുണ്ട്, പിന്നെ മാമ്പഴ പച്ചടിയുണ്ട്. ഇത് അപ്പോൾ പച്ചടി എത്രയും നമുക്ക് കുശാലാക്കണം കേട്ടോ. ശരി. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം മറക്കരുത്. അത് മാത്രമേ എനിക്ക് റിക്വസ്റ്റ് ഉള്ളൂ.